invite Fabi Rashid, All India Rank 71 to the stage. Good afternoon, everyone, respected dignitaries, my dear friends, parents, the Fortune faculty, the administrative staff, and everyone in this room. A very warm good afternoon to one and all. I'll first introduce myself. So, like she said, I'm Fabi. I was a postgraduate from ISER, Thiruvananthapuram. I graduated in 2022. And I gave my 2023 attempt. I was a June 2022 batch in Fortune. Just like Siddharth said, there is a hindsight bias. Right now, I think that my journey has been very short. I was lucky that my journey was very short. Pakshe, while I was going through, it felt very, very, very long. It was like never ending. Today I am standing here, I cannot believe how lucky I am as of now. I remember distinctly, June 2023 batch 4 Fortune Telegram group a message vannittundairunnu. Toppers are being felicitated in Senate Hall. Please feel free to come and also take your parents with you. ഇതായിരുന്നു ആ മെസ്സേജ്. അപ്പോൾ അന്ന് മെയിൻസ് എക്സാം കഴിഞ്ഞിട്ട് തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചു, നെക്സ്റ്റ് ഇയർ ഇതേ സമയം ഒരു ഫെലിസിറ്റേഷൻ ഉണ്ടാകുമ്പം എൻ്റെ പേരൻസിനെയും കൊണ്ട് എനിക്കൊന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ ആ ഫെലിസിറ്റേഷൻ എനിക്കും കൂടെ ഉള്ളതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ആ ആഗ്രഹത്തിൻ്റെ ഒരറ്റത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ആൻഡ് ഐ കനോട്ട് ബിലീവ് ഹൗ ഇൻക്രെഡിബിളി ലക്കി ഐ ആം. ഐ വുഡ് സേ ലക്കി ഇറ്റ് സെൽഫ്, ബിക്കോസ് ഒരു ഫാക്ടറല്ല, ഒരുപാട് ഫാക്ടേഴ്സ് അലൈൻ ചെയ്ത് വന്നതുകൊണ്ട് മാത്രം ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോൾ പ്രിലിംസ് റിസൾട്ട് വന്നതിന് ശേഷം ഞാനും എൻ്റെ അച്ഛനും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, യു ഹാവ് ബീൻ ലക്കി, നീ ഒരുപാട് കാര്യങ്ങൾ ലക്കിയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ചിന്തിക്കുമ്പോൾ ശരിയാണ്, ഐ ഹാവ് ബീൻ വെരി വെരി ലക്കി. ഐ വാസ് ലക്കി ദാറ്റ് ഐ ഡിഡ് നോട്ട് ഹാവ് ടു ഫേസ് ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്സ് ഓൺ ദ വേ. I was lucky that I or my parents did not face any physical health issues during this preparation. I was lucky that I had two incredibly supportive parents who walked through the journey with me. എൻ്റെ അപ്സിലും ലോസിലും ഫുള്ള് എൻ്റെ കൂടെ കംപ്ലീറ്റ്ലി എൻ്റെ കൂടെ നിന്ന രണ്ട് ഇൻക്രെഡിബിൾ പേരൻസ് എനിക്കുണ്ടായിരുന്നു എന്നുള്ളത്. ഐ വാസ് ലക്കി ദാറ്റ് ഐ ഹാഡ് ദി ആക്സസിബിലിറ്റി. ഫോർച്യൂൺ പോലെയുള്ളൊരു സ്ഥാപനത്തിൽ പോയി വരാനുള്ള ആക്സസിബിലിറ്റി, നിൽക്കാനുള്ള നിന്ന് പഠിക്കാനുള്ള ഒരു ആക്സസിബിലിറ്റി ഉണ്ടായിരുന്നതിലും ഐ വാസ് വെരി ലക്കി. ആൻഡ് ഐ വുഡ് സേ another luck was that I did not join anywhere else but come to Fortune for my preparation. Because even before prelims, I used to say that joining Fortune was one of the best decisions that I've ever made with my life. And I still hold on to that very strongly even today. That joining Fortune was one of the best decisions I have ever made in my life. Because Fortune, I have said this before also, Fortune's tagline was, it's more than just an academy. And for me, it has always been more than just an academy. It has always been my family so far, and I hope that it stays the same throughout my life. Because Fortune, I was a very naive student who had no exposure. I had exposure to civil services, yes, but I did not even take a foundation course for civil service when I joined Fortune. And I am not exaggerating this when I am saying that prelims qualify ചെയ്യുന്നത് വരെ GS1, GS2, GS3 പേപ്പറുകളിൽ കൃത്യമായി ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ തപ്പുമായിരുന്നു. കാര്യം GS1 ഹിസ്റ്ററി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഏതൊക്കെ സബ്ജക്റ്റ് ഏതൊക്കെ പേപ്പർ ആണെന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ക്ലാസ്സിലൊക്കെ സാറുമാർ GS1 എന്തൊക്കെ സബ്ജക്റ്റാണെന്ന് ചോദിക്കുമ്പം എല്ലാവരും ഉത്തരം പറയുമ്പോൾ എനിക്കൊരു നാണക്കേട് ഉണ്ടായിരുന്നു, എനിക്കിതുപോലെ അറിയില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അത്രമാത്രം ബേസിക് മാത്രം സിവിൽ സർവീസിനെ പറ്റി അറിഞ്ഞു വന്ന ഒരാളായ എൻ്റെ നോളജ് ബേസ്, എൻ്റെ ഔട്ട്ലുക്ക്, എൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റിയെടുത്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഫോർച്യൂൺ തന്നെയാണ്. അപ്പോൾ ആസ് ഐ സെഡ്, ഫോർച്യൂൺ ഹാസ് ഓൾവേസ് ബീൻ മോർ ദാൻ ജസ്റ്റ് എൻ അക്കാഡമി ടു മീ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ താങ്ക്സ് ഇറ്റ് ഗോസ് ടു ഫോർച്യൂൺ ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. Now, when I talk about Fortune, I think I have to mention my mentor, Nitin sir. Sir, I really hope to see him today.
പക്ഷേ he has been a pillar of support to me. I am borrowing words from Sailesh sir. He has been a pillar of support to me. ഡേ ആൻഡ് നൈറ്റ്, ലിറ്ററലി ഡേ ആൻഡ് നൈറ്റ് സാർ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം സാറിന് രാത്രി 1 മണിക്ക് മെസ്സേജ് അയച്ചാലും സാറ് കാണും, രാവിലെ 6 മണിക്ക് മെസ്സേജ് അയച്ചാലും സാറ് കാണും. അപ്പോൾ പലപ്പോഴും സാർ ഉറക്കമുണ്ടോ എന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിതിൻ സാറിനെ കുറിച്ചൊരു കുഞ്ഞ് എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. സാറിന് ചിലപ്പോൾ ഇത് ഓർമ്മ കാണില്ല, പക്ഷേ എന്നെ ഭയങ്കര ടച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിതിൻ സാറിൻ്റെ ഒരു കാര്യം പറയാനാണെങ്കിൽ, മെയിൻസിൻ്റെ സമയത്ത് മെയിൻസിൻ്റെ എക്സാം ആസ് എവറിബഡി നോസ് essay വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പോൾ ലൈക്ക് എവറി എക്സാം ഐ വാസ് ആങ്ഷ്യസ് ഓർ ഹിസ്റ്ററിക്കൽ ടു ബി പ്രിസൈസ്. അപ്പോൾ ഞാനൊരു 6-7 മണിയായപ്പോൾ ഐ മെസ്സേജ് ഹിം, ഒന്നുമില്ല, ജസ്റ്റ് സാറെന്ന് മാത്രം ഒരു മെസ്സേജ് അയച്ചു, സാറെന്ന് മാത്രം. ആൻഡ് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തു. കാര്യം എന്ത് പറയാനാ, എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി കോമൺ, എല്ലാവർക്കും പരീക്ഷയുടെ തലേന്ന് ടെൻഷൻ കാണും. അപ്പോൾ വാട്ട് ഈസ് ന്യൂ ഇൻ ദിസ്. അപ്പോൾ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു. സാർ ഒരുപാട് ടൈം എടുത്തില്ല, 5 മിനിറ്റ്സിനുള്ളിൽ സാർ എന്നെ തിരിച്ചു വിളിച്ചു. എന്താണോ, ടെൻഷനാണോ, ഇത്രയാണ് ചോദിച്ചത്. അപ്പോൾ ഇത് എത്ര പേർക്ക് റിയലൈസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സാറെന്നൊരു വാക്ക് മാത്രമാണ് സാറിന് അയച്ചത്. അതിൽ നിന്ന് സാറിന് മനസ്സിലായി എനിക്ക് ആങ്സൈറ്റി ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് സാറ് വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ഞാനൊന്ന് കുറച്ച് സമാധാനപ്പെട്ടത്. അപ്പോൾ അത് റിയലൈസ് ചെയ്യാൻ എത്ര പേർക്ക് പറ്റും എന്ന് എനിക്കറിയില്ല. അതങ്ങനെ റിയലൈസ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് എത്രമാത്രം സ്പെഷ്യലാണ് എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാനും പറ്റില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ താങ്ക്സ് നിതിൻ സാറിന് തന്നെയാണ്. സാറ് ഹാസ് ബീൻ a huge support for me. പിന്നെ പറയേണ്ട 2 മേജർ പേരുകളെന്ന് പറയുന്നത് ശൈലേഷ് സാറും ഇംതിയാസ് സാറും തന്നെയാണ്. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ വൈൻ അവേഴ്സ് ഓൺ എൻഡ്. അവേഴ്സ് ഞാൻ അവരോട് 2 പേരോട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജിയുടെ കാര്യമായാലും ടെൻഷൻ്റെ കാര്യമായാലും. എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ പോലും സാറ് ഒരു മണിക്കൂറെങ്കിലും എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ശരിക്കും ഞാൻ പ്രിലിംസ് പാസ്സായത്. ശൈലേഷ് സാറിന് അറിയാമായിരുന്നു ഞാൻ ലോങ് ടേം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് കുളവാക്കും എന്നറിയാവുന്നതുകൊണ്ട് ശൈലേഷ് സാർ എന്നോട് പ്രിലിംസിന് 2 ആഴ്ച മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, ഫാബി ഡു 1 ഡേ അറ്റ് എ ടൈം വെച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു അഡ്വൈസ് കൊണ്ട് പ്രിലിംസ് സമാധാനമായി പോയി എഴുതിയ ഒരാളാണ് ഞാൻ. അപ്പോൾ ശൈലേഷ് സാറിനോടും ഇംതിയാസ് സാറിനോടുമാണ് അടുത്ത താങ്ക്സ് പറയാനുള്ളത്. പിന്നെ പറയാനുള്ള ആൾ ഷെറിൻ സാറാണ്. ശൈലേഷ് സാറിന് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, എന്നാലും ഷെറിൻ സാറാണ്. ഷെറിൻ സാറിനോട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഫോർ നെവർ ലെറ്റിംഗ് മീ ക്വിറ്റ് ആണ്. ബിക്കോസ് സാർ നോയിങ്ലി ഓർ അൺനോയിങ്ലി ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇറ്റ് ഹാസ് മോട്ടിവേറ്റഡ് മീ ഒരുപാട്. അതിലൊരു എക്സാമ്പിളാണ്, പ്രിലിംസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഷെറിൻ സാറിനെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഷെറിൻ സാറിനോട് പറഞ്ഞതാണ്, മോളെ പ്രിലിംസ് ക്ലിയറായി, നിങ്ങൾക്കിപ്പോൾ പാറ്റേൺ മാറിയതൊക്കെ അറിഞ്ഞല്ലോ, ഇനി അടുത്ത പാറ്റേൺ എന്താകും എന്നൊരു പിടുത്തമില്ല, അതുകൊണ്ട് ഇനി ഒരു പ്രിലിംസ് എഴുതണ്ടാത്ത രീതിയിൽ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മെയിൻസിൻ്റെ സമയത്ത് പലപ്പോഴും ക്വിറ്റ് ചെയ്യാൻ തോന്നുന്ന പല സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വാക്ക് എൻ്റെ തലയിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ക്വിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും ക്വിറ്റ് ചെയ്യാൻ സമ്മതിക്കാതിരുന്നതിനാണ് എനിക്ക് ഷെറിൻ സാറിനോട് നന്ദി പറയാനുള്ളത്. പിന്നെ 2 പേരെന്ന് പറയുന്നത് നന്ദഗോപൻ സാറും ആൻഡൺ സാറുമാണ്. ഇവർ 2 പേരുമാണ് എനിക്ക് മുമ്പുള്ള സിവിൽ സർവൻസിനെ കുറച്ച് പേരെ കണക്ട് ചെയ്ത് തന്നത്. നന്ദഗോപൻ സാർ എനിക്ക് സോഷ്യോളജി ഓപ്ഷനിലുള്ള ആഷിഖ് അലി സാറിനെ കണക്ട് ചെയ്ത് തന്നിരുന്നു. ആൻഡൺ സാറ് ഞാൻ ഐസറിലായിരുന്നു, ഞാൻ ബയോളജി ആയിരുന്നു എന്നുള്ളത് കൊണ്ട് മെറിന വിക്ടർ ചേച്ചീനെ എനിക്ക് കണക്ട് ചെയ്ത് തന്നിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസ് മോക്ക് ഇൻ്റർവ്യൂ സുവോളജി കിട്ടട്ടെ എന്നുള്ളത് കൊണ്ട്. അങ്ങനെ അവർ 2 പേരും അങ്ങനെ ചെയ്തത് എൻ്റെ പ്രിപ്പറേഷനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെയുള്ളത് മുനി സാറാണ്. മുനി സാർ എന്നെ പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് അങ്ങനെ ഒരു വലിയ റിലേഷൻ ഇല്ല. പക്ഷേ ആഫ്റ്റർ റിസൾട്ട്സ് എൻ്റെ മെഡിക്കൽ കുറച്ച് കൊളായപ്പോഴാണ് മുനി സാർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ ഓരോ ഫാക്കൽറ്റി അറ്റ് ഫോർച്യൂൺ, പിന്നെ ജീവൻ സാറിനെ പറയണം. കാര്യം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. എനിക്ക് സോഷ്യോളജി ഒരു ബേസും ഇല്ലാത്ത എനിക്ക് അത്യാവശ്യത്തിന് നല്ല സ്കോർ കിട്ടിയത് ജീവൻ സാർ തന്ന ബേസ് കൊണ്ടാണ്. അപ്പോൾ എല്ലാ ഫാക്കൽറ്റിയും ഒരാളെന്നില്ലാതെ എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടാൻ, അല്ലെങ്കിൽ ഏത് പാതിരാത്രിക്ക് ഡൗട്ട് ചോദിച്ചാലും പറഞ്ഞു തരാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. എൻ്റെ ലക്കിനൊരു വലിയ ഫാക്ടറും അത് തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും നേരം ഞാൻ സപ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഐ ജസ്റ്റ് എൻഡ് ബൈ സ്പീക്കിംഗ് അബൌട്ട് ദി അക്കാഡമിക്സ് അറ്റ് ഫോർച്യൂൺ. അതും കൂടെ എനിക്ക് പറയാനുള്ളൂ. അതിലും അധികം എനിക്കൊന്നും പറയാനില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദി റിസൾട്ട് സ്പീക്ക് ഫോർ ഇറ്റ് സെൽഫ്. ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ഫോർച്യൂൺ ഹാസ് പ്രൂവ്ഡ് ഇറ്റ്സ് അക്കാഡമിക് മെറ്റൽ എവറി നൗ ആൻഡ് ദെൻ. ആൻഡ് സർ ടി കെ നായർ സർ പറഞ്ഞ പോലെ തന്നെ 373 സക്സസ് ഇൻ 10 years, ഇറ്റ്സ് എ ഹ്യൂജ് വെയ്റ്റ് ദാറ്റ് ഫോർച്യൂൺ ബെയർസ്. ആൻഡ് ഐ തിങ്ക് in the future also fortune would be much more successful in the coming years. അപ്പോൾ ഞാൻ അക്കാഡമിക്സിനെ പറ്റി ഒന്നും പറയണ്ട. ആസ് ഐ സെഡ് ബിഫോർ, ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത എന്നെ
ഒരു മോൾഡ് ചെയ്തെടുത്തത് ഫോർച്യൂണാണ് ഇൻ ടേംസ് ഓഫ് നോളജ്. ആൻഡ് ഓൾസോ ഐ വുഡ് സേ കുറച്ചും കൂടെ ഒരു സ്ട്രോങ്ങർ പേഴ്സൺ എന്നെ ആക്കി മാറ്റാൻ ഫോർച്യൂൺ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. So I think in the journey forward, I would always cherish the memories that I had at Fortune. I would also cherish all the advices that I have received from every single person at Fortune. So I would wholeheartedly thank Fortune, not just the faculty, administrative staff, the non-teaching staff. ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്. അഭിചേട്ടൻ, അലോകേട്ടനൊക്കെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. And thank you all for listening to me. Thank you. Fortune IAS Academy. More than just an academy.